Class 6 Kerala 2025-26 മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സാണ് ഈ വീഡിയോയിൽ പുതിയ സിലബസ് അനുസരിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ട്രയാങ്കിൾ ഈസ് ഡ്രോൺ ഇൻസൈഡ് എ സർക്കിൾ ഓഫ് റേഡിയസ് 4 cm. ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്, ഒരു 4 cm ഉള്ള ഒരു സർക്കിളിൽ. വൺ ഓഫ് ദ ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ ഈസ് 40 ഡിഗ്രി. അതിൽ ഒരു ആംഗിള് 40 ഡിഗ്രിയാണ്. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡഡ്. ഇതിൽ ഷെയ്ഡ് ചെയ്തേക്കുന്നത് എത്ര പാർട്ട് ഉണ്ടെന്ന്, മൊത്തത്തിൻ്റെ എത്ര പാർട്ട് ഉണ്ടെന്ന്. അപ്പോൾ ആദ്യം തന്നെ ആ സെൻറ്ററിൽ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഉള്ള ചുറ്റുമുള്ള ടോട്ടൽ ആംഗിൾ 360 ഡിഗ്രിയാണ്, 360 ഡിഗ്രിയാണ് 360. അപ്പോൾ വാട്ട് പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 40 അല്ലേ, 40 ഡിവൈഡഡ് ബൈ 360. അപ്പോൾ 1/9 പാർട്ട് വെട്ടി ചെറുതാക്കിയാൽ നമുക്ക് 1/9 എന്ന് കിട്ടും, 1/9 പാർട്ട്. ബി ക്വസ്റ്റ്യൻ, മെഷർ ആൻഡ് റൈറ്റ് ദ അതർ 2 ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ. ട്രയാങ്കിൾ തന്നിട്ടുണ്ട് അല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ആംഗിൾ 40 ഡിഗ്രിയാണ്. അപ്പോൾ ബാക്കിയുള്ള 2 ആംഗിളും എത്ര വെച്ചാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ സെൻറ്ററിൽ നിന്ന് ഈ സർക്കിളിലേക്കുള്ള ആ ഡിസ്റ്റൻസ് അതിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ രണ്ടും ആ റേഡിയസ് ആണ്. അപ്പോൾ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിളാണ്. ഐസോസിലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സൈഡും ഈക്വലാണ്. അപ്പോൾ അതിൻ്റെ ബേസ് ആംഗിൾ ഈക്വലായിരിക്കും. അപ്പോൾ ഇത് സെൻട്രൽ ആംഗിൾ 40 ഡിഗ്രി ആണെങ്കിൽ ബേസ് ആംഗിൾ ഒരെണ്ണം എക്സും മറ്റേതും എക്സ് തന്നെയാണ്. അപ്പോൾ എക്സ് പ്ലസ് എക്സ് 40 പ്ലസ് 40 ഈക്വൽസ് 3 ആംഗിളും കൂടി നമുക്ക് ആഡ് ചെയ്താൽ നമുക്ക് 180 കിട്ടണം. 180 അപ്പോൾ എക്സ് പ്ലസ് എക്സ്, അതായത് 1x പ്ലസ് 1x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2x പ്ലസ് 40 എന്ന് പറഞ്ഞാൽ 180. 2x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 180 മൈനസ് 40. ഈ പ്ലസ് സൈൻ ഈക്വൽ സൈൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആവും. അപ്പോൾ 140 140 എന്ന് കിട്ടും. എക്സ് ഈക്വൽസ് 140 ഡിവൈഡഡ് ബൈ 2x എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എക്സ് ആണ് അല്ലേ, ഇൻറ്റു ഈക്വൽ സൈൻ്റെ അപ്പുറത്തെ സൈഡിൽ പോകുമ്പോൾ ഡിവിഷൻ ആയിരിക്കും. എക്സ് ഈക്വൽസ് 140 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ 70 ഡിഗ്രി എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഒരു ആംഗിൾ 70, അടുത്ത ആംഗിളും 70, പിന്നത്തെ ആംഗിൾ 40. അടുത്തത്, ഹൗ മെനി ട്രയാങ്കിൾസ് ക്യാൻ ബി ഡ്രോൺ ലൈക്ക് ദിസ്. ഇതുപോലെയുള്ള എത്ര ട്രയാങ്കിളുകൾ നമുക്ക് വരയ്ക്കാൻ പറ്റുന്നു. അപ്പോൾ 360 ഡിവൈഡഡ് ബൈ 40. അപ്പോൾ 9 ട്രയാങ്കിൾ, 9 ട്രയാങ്കിൾ വീതം 9 ട്രയാങ്കിൾ ഈ സർക്കിളിൻ്റെ ഉള്ളിൽ ഇതുപോലെ വരയ്ക്കാൻ പറ്റും ഈ 40 ഡിഗ്രിയിൽ. ഡി ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് അബൌട്ട് ദ ട്രയാങ്കിൾ ഇൻസൈഡ് ദ സർക്കിൾ. ട്രയാങ്കിൾ ഇൻസൈഡ് ദ സർക്കിളിൽ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് രണ്ടാമത്തെയും നാലാമത്തെയും. അതായത് 2 സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ആർ ഈക്വൽ, 2 സൈഡ്സ് ഈക്വൽ ആയിരിക്കും. പിന്നെ 3 ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ ആർ ലെസ് ദാൻ 90 ഡിഗ്രി, 90 ഡിഗ്രിയിലും കുറവായിരിക്കും. അതിൽ 3 ആംഗിളും 3 ആംഗിൾസ്. അപ്പോൾ രണ്ടാമത്തെയും 4 സി ആണ് കറക്റ്റ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദി ഇന്നർ ലെങ്ത്, വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് എ റെക്റ്റാങ്കുലർ വാട്ടർ ടാങ്ക് ആർ 90 cm, 70 cm ആൻഡ് 50 cm റെസ്പെക്റ്റീവ്ലി. അതായത് ഒരു ടാങ്കിൻ്റെ ലെങ്ത്ത്, വിഡ്ത്ത്, ഹൈറ്റ് തന്നിട്ടുണ്ട്. അതായത് 90, 70, 50 ആണ്. അപ്പോൾ വോളിയം, വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ ടാങ്ക്. വോളിയം കാണാനായിട്ട് ലെങ്ത്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, അതായത് 90 × 70 × 50. ആ കിട്ടുന്നത് സെൻറ്റിമീറ്റർ ക്യൂബിലാണ്. അപ്പോൾ അതിനെ ലിറ്ററിലേക്ക് ആക്കണമെങ്കിൽ ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ 1000 ഡിവൈഡ് ചെയ്താൽ 315 ലിറ്റർ എന്ന് കിട്ടും, 315 ലിറ്റർ. ബി ക്വസ്റ്റ്യൻ, നൗ ദ ടാങ്ക് ഹോൾഡ്സ് 189 liters ഓഫ് വാട്ടർ. ഹൗ ഹൈ ഈസ് ദ വാട്ടർ ഇൻ ദ ടാങ്ക്. ഇനി ബി ക്വസ്റ്റ്യൻ ഇതാണ്, 189 ലിറ്റർ ഓഫ് വാട്ടർ ഉണ്ട് ടാങ്കിൽ. അപ്പോൾ ആ വാട്ടർ ലെവല് എൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ വോളിയം 189 ഇൻറ്റു 1000, ലിറ്ററിനെ സെൻറ്റിമീറ്റർ ക്യൂബിലേക്ക് ആക്കുക. അപ്പോൾ 189,000. ഇനി ഹൈറ്റ് ഇൻറ്റു ലെങ്ത്ത് ഇൻറ്റു വിഡ്ത്താണ്. അപ്പോൾ ഹൈറ്റ് തന്നിട്ടില്ല, അപ്പോൾ ലെങ്ത്തും വിഡ്ത്തും മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഹൈറ്റ് കാണാനായിട്ട് 189,000 ഡിവൈഡഡ് ബൈ 70 × 90. ഇനി നമുക്ക് വെട്ടിച്ചെറുതാക്കിയാൽ 30 സെൻറ്റിമീറ്ററിന് ആൻസർ കിട്ടും. ആൻസർ 30 സെൻറ്റിമീറ്റർ.
ഇനി C question, what is the correct statement about the change in the volume of the tank if its length, width and height are doubled? ഹൈറ്റും ലെങ്ത്തും വിഡ്ത്തും ഡബിൾ ആക്കുകയാണെങ്കിൽ എത്രയായിരിക്കും അതിൻ്റെ വോളിയമിൽ വരുന്ന ചേഞ്ചസ്, എത്ര മടങ്ങാണെന്ന്, എത്ര ടൈംസ്. അപ്പോൾ അതായത് വോളിയം L ഇൻറ്റു B ഇൻറ്റു H അല്ലെങ്കിൽ L ഇൻറ്റു ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഓരോന്നും 2 L ലെങ്ത്ത്, 2 വിഡ്ത്ത്, 2 ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ അത്രയും വരികയാണെങ്കിൽ അതിൻ്റെ വോളിയം 2 ഇൻറ്റു 2 ഇൻറ്റു 2 8 ഇൻറ്റു L ഇൻറ്റു W ഇൻറ്റു H, അതായത് 8 ടൈംസ്. വോളിയം ഇൻക്രീസസ് ബൈ 8 ടൈംസ്. D ആണ് അതിൻ്റെ ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ, ബൈ വിച്ച് നമ്പർ ഷുഡ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബി ഡിവൈഡഡ് ടു ഗെറ്റ് ദ ലോവസ്റ്റ് ടേം ഓഫ് 12/15? 12/15 ലോവസ്റ്റ് നമ്പർ കിട്ടാനായിട്ട് ഏത് നമ്പർ കൊണ്ടാണ് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്? അപ്പോൾ രണ്ടിൻ്റെയും HCF കാണാം, രണ്ടിലുള്ളത് ഏതാണ്? ഇതിൽ 12ലും ഉണ്ട് 3, 15ലും 3 ഉണ്ട്. അപ്പോൾ രണ്ടിലും പോകുന്നത് 3 ആണ്. അപ്പോൾ 12 എന്നുള്ളത് ഈവൻ നമ്പറാണ്, 15 ഓഡ് നമ്പറാണ്. അപ്പോൾ 2 പോവില്ല. അപ്പോൾ അതുകൊണ്ട് 3 നോക്കാം. അപ്പോൾ 3 രണ്ടിലും പോവും. അപ്പോൾ അതുകൊണ്ട് ആൻസർ 3 ആണ് കേട്ടോ. 4/5 എന്ന് കിട്ടും ലോവസ്റ്റ് ടേം. അപ്പോൾ ആൻസർ 3 ആണ്. വിച്ച് നമ്പർ എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ 3. ഇനി B ക്വസ്റ്റ്യൻ, ഇഫ് 16 കേക്ക്സ് ആർ ഡിവൈഡഡ് ഈക്വലി എമോങ് 6 പീപ്പിൾ, the portion that each person gets the same as if 8 cakes are divided equally among how many people? അത് 16 കേക്ക് 6 പേർക്ക് കൊടുക്കണം. അപ്പോൾ 8 കേക്ക് എത്ര പേർക്ക് കൊടുക്കാം? ഇതേപോലെ ഈക്വലായിട്ട്. അപ്പോൾ 16/6 ഓരോ പോർഷൻ പെർ പേഴ്സൺ എന്ന് പറയുമ്പോൾ 16/6 ആണ്. അപ്പോൾ ഇതിൽ 16ൽ 2 പോവും, അപ്പോൾ 8. 6ൽ 2 പോവും, 3. അപ്പോൾ അതിനെ ഷോർട്ടാക്കിയാണ്, ഈ ഫ്രാക്ഷനെ ചെറുതാക്കിയാൽ 8/3 നിൽക്കും. അപ്പോൾ 8 കേക്ക്, മുകളിൽ എഴുതേണ്ടത് കേക്കല്ലേ, 8 കേക്ക് 3 പേർക്ക്, 3 പീപ്പിൾ എന്നാണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 42 meters of cloth were bought for shirt of the uniform. It was cut equally to 24 students. How many meters of cloth did each student get? ഇത് 42 മീറ്റർ ഷർട്ട് യൂണിഫോമിന് വാങ്ങിച്ചു, എന്നിട്ട് 24 പേർക്ക് കൊടുക്കണം. അപ്പോൾ എത്ര മീറ്റർ ഓരോരുത്തർക്കും കിട്ടുമെന്ന് അറിയാനായിട്ട് 42നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 6 പോകും അല്ലേ. 7 6 42. 42/24 എന്ന് പറഞ്ഞാൽ 7/4. അപ്പോൾ 7നെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലേ. ആ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ പ്രോപ്പർ ആക്കുമ്പോൾ, മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കുമ്പോൾ 1 and 3/4 1.25 മീറ്റർ വെച്ചിട്ട് കിട്ടും ഓരോ സ്റ്റുഡൻറ്റിനും. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് ദിസ്? സ്റ്റേറ്റ്മെൻറ്റും റീസണും കറക്റ്റാണ്. 3B, write 2 forms of 1/3, 1/5 having the same denominator. സെയിം ഡിനോമിനേറ്റർ ആകുമ്പോൾ ആദ്യത്തേനെ 1/3നെ നോമിനേറ്ററും ഡിനോമിനേറ്ററും 5 കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് 5/15 കിട്ടും. പിന്നെ 1/5നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 3/15 കിട്ടും. ഇനി 21/27 be there in the different forms of 2/3. Why? അപ്പോൾ 21/27 നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 7/9 എന്നാണ് കിട്ടുന്നത്. അത് ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 2/3. 2/3ക്ക് ഈക്വൽ അല്ല. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ആൻ ഈക്വലൻറ്റ് ഫ്രാക്ഷൻ, ഈക്വലൻ്റ് അല്ല. ഇനി ഫൈൻഡ് ദ റൈറ്റ് ആൻസർ വെൻ കോളംസ് A and B ആർ മാച്ച്ഡ്. ഇതിൽ ആൻസർ B ആണ്. ഇനി ക്വസ്റ്റ്യൻ 4 ഹാസ് 2 questions. ആൻസർ എനി വൺ. അടുത്തത് 1/2. 4Aയിൽ 1/2 + 1/4 3/4 ആണ്. 3/4 + 1/8 7/8. 7/8 + 1/16 15/16. റൈറ്റ് ദ നെക്സ്റ്റ് 2 lines ഓഫ് ദ പാറ്റേൺ. ഒരു പാറ്റേൺ ആണ് തന്നേക്കുന്നത്. ആ പാറ്റേണിൽ അടുത്ത 2 ലൈനാണ് എഴുതാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ലൈൻ 1ൽ
നോക്കി ശ്രദ്ധിച്ചാൽ 1/2 + 1/4 ഈക്വൽസ് 3/4. ഇതിൽ ഈ 3/4 ആണ് പിന്നെ ലൈൻ 2ൽ സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ 1/2 പ്ലസ് രണ്ടാമത്തെ ഇതിൻ്റെ 2ൻ്റെ ഡബിളാണ് 4. രണ്ടാമത്തെ ലൈനിൽ നോക്കിയാൽ 4ൻ്റെ ഡബിളാണ് 1/8 8 വന്നിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ലൈനിൽ 8ൻ്റെ ഡബിളാണ് 16. അപ്പോൾ നാലാമത്തെ ലൈനിൽ 1/16ൻ്റെ ഡബിൾ 1/32 എന്ന് വരും. പിന്നത്തെ 1/32ൻ്റെ ഡബിൾ 1/64 എന്ന് വരും. അപ്പോൾ ലാസ്റ്റ് കിടക്കുന്നതാണ് ഫസ്റ്റ് കിടക്കുന്നത്. അപ്പോൾ 3/4 ഇവിടെ 7/8 എന്ന് കിട്ടും. ഇതിൻ്റെ LCM കണ്ടാൽ 7/8 രണ്ടാമത്തെ ലൈനിൽ. മൂന്നാമത്തെ ലൈനിൽ LCM കണ്ടാൽ 15/16 എന്ന് കിട്ടും. ആ 15/16 ആണ് ഫസ്റ്റ് എഴുതേണ്ടത്. അപ്പോൾ 1/32. അപ്പോൾ ഇതിൻ്റെ LCM 31/32 കിട്ടി. പിന്നെ അഞ്ചാമത്തെ ലൈനിൽ ഈ 31/32 ആദ്യം എഴുതാം. ഈ 32ൻ്റെ ഡബിൾ 64 1/64. അപ്പോൾ ഇതിൻ്റെ LCM കണ്ടാൽ 32, അതായത് ഡിനോമിനേറ്റർ സെയിം ആക്കുക. അപ്പോൾ 64 എന്ന് കിട്ടും. 63/64 ആണ് ലൈൻ 5ൽ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എ വെസൽ കണ്ടെയ്ൻസ് 5 liters of milk. One part of the milk is taken by Hari when it is divided into 6 equal parts, and one part of the milk is taken by Sudha when it is divided into 3 equal parts. How many liters of milk did Hari take? ഹരി എടുക്കുന്ന എത്ര ലിറ്റേഴ്സ് ഓഫ് മിൽക്കാണ്? ഹരി ടേക്സ് 1 part when 5 liters is divided into 6 equal parts. അപ്പോൾ 5/6 liters എന്ന് കിട്ടും. How much did Sudha take? Sudha takes 1 part when 5 liters is divided into 3 equal parts. അപ്പോൾ 5/3 liters. How many liters of milk did they take together? അപ്പോൾ 5/6 + 5/3. രണ്ടിൻ്റെ LCM കാണാം. അപ്പോൾ 6 ആണ്. അപ്പോൾ 3 ഇൻറ്റു 2 5 ഇൻറ്റു 2 അപ്പോൾ 10. 5/6 + 10/6 എന്ന് കിട്ടും. അപ്പോൾ 5ഉം 10ഉം ആഡ് ചെയ്താൽ 15/6 എന്ന് കിട്ടും. അപ്പോൾ 2.5 liters. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ? അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. അപ്പോൾ ഇതിൽ 1 part of 10 divided by 6 ഫോൾസ് ആണ്. when 6 is divided into 10 equal parts അതും ഫോൾസ് ആണ്. 1 part of 10 divided by 6 is 10/6, that is equal to 5/3. അപ്പോൾ അതാണ് കറക്റ്റായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, മിൽക്ക് ഈസ് കെപ്റ്റ് ഇൻ എ ലാർജ് വെസൽ ആൻഡ് എ സ്മോൾ വെസൽ. ലാർജ് വെസലിലും ചെറിയ പാത്രത്തിലും വലിയ പാത്രത്തിലും വെച്ചിട്ടുണ്ട് മിൽക്ക്. ദർ ഈസ് 8 and 3/4 liters ഓഫ് മിൽക്ക് ഇൻ ദ ലാർജ് വെസൽ. 8.25 ലിറ്ററാണ് ലാർജ് വെസൽ. 1 and 1/4 liters ഫ്രം ദ ലാർജ് വെസൽ ടു ദ സ്മോൾ വെസൽ. ഇപ്പോൾ ചെറിയ വെസലിലേക്ക് 1.25 ലിറ്റർ, ഈ 8.25 നിന്ന് 1.25 ലിറ്റർ മിൽക്ക് ഇതിലേക്ക് ചെറിയ വെസലിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ ദ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഇൻ ബോത്ത് ദ വെസൽസ് become the same. What is the quantity of milk in the small vessel in the beginning? അപ്പോൾ 1.25 ലിറ്ററും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ സെയിം ആയിരിക്കും രണ്ടിലും. അപ്പോൾ എത്രയായിരുന്നു നേരത്തെ ചെറിയ വെസലിൽ ഉണ്ടായിരുന്നത്? അപ്പോൾ ലാർജ് വെസലിൽ 8 and 3/4, അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിയാൽ 35/4. ട്രാൻസ്ഫർ ചെയ്തത് 5/4 ലിറ്റേഴ്സാണ്. പിന്നെ ലാർജ് വെസൽ റിമൈനിങ് ക്വാണ്ടിറ്റി ഈ 35/4 നിന്ന് 5/4 മൈനസ് ചെയ്താൽ നമുക്ക് 30/4 എന്ന് കിട്ടും. 30നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 7.5 liters എന്ന് കിട്ടും. അപ്പോൾ സ്മോൾ വെസലിലെ ഇനീഷ്യൽ ക്വാണ്ടിറ്റി ആദ്യം ഉണ്ടായിരുന്നത് ഈ 1 and 1/4 liters മേക്സ് ദ സ്മോൾ വെസൽ ഈക്വൽ ടു 7.5 liters ആണ്.
അപ്പോൾ ഈ 1.25 ലിറ്റർ മിൽക്ക് ഈ 8.25 ലിറ്ററിൽ നിന്ന് 1.25 ലിറ്റർ ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ 7.5 ലിറ്ററാണ് കിട്ടുന്നത്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് 7.5ൽ നിന്നും 1.25 ലിറ്റർ മൈനസ് ചെയ്താൽ നമുക്ക് 6.25 ലിറ്ററിന് കിട്ടും. അതാണ് അതിൻ്റെ ആൻസർ. See question, the sum of the fractions in column A is given in column B. If they are matched, which of the following is the correct answer? First, A 1/2 plus 1/3 എത്രയാണ്? 1/2. ഇത് ഫ്രാക്ഷൻസ് ആഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ LCM കാണാം ഡിനോമിനേറ്ററിൻ്റെ. ഡിനോമിനേറ്ററിൻ്റെ ഫസ്റ്റ് എടുക്കുകയാണെങ്കിൽ LCM 6 ആണ് വരുന്നത്. അപ്പോൾ 2 × 3 ആണ് 6. അപ്പോൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 3/6 പ്ലസ് 1/3 × 2 × 2 അപ്പോൾ 6, 2/6 ആൻസർ. അപ്പോൾ 3 + 2/6 5/6 ആണ്. അതേപോലെ രണ്ടാമത്തെ 1/3 + 1/5 എന്ന് പറഞ്ഞാൽ 8/15 ആണ്. 1/3 + 1/4 7/12 ആണ്. അപ്പോൾ എ ആണ് ഇതിൻ്റെ ആൻസർ. ഇനി 5th ക്വസ്റ്റ്യൻ, ഡ്രോ ദ ഗിവൺ പാറ്റേൺ, ഷെയ്ഡ് ആൻഡ് മേക്ക് ഇറ്റ് ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇതിൽ ഇങ്ങനെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഏതെങ്കിലും ഒരു റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കുക. ഒരു 3-4 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക. ആ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ സർക്കിളിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. സ്റ്റെപ്പ് 2. ഇനി ആ സെൻറ്ററിൽ പ്രൊട്രാക്ടർ കൊണ്ടുവന്ന് വെച്ചിട്ട് 360 ആണ് മൊത്തം വേണ്ടത്. അതിനിപ്പോൾ ഇതിന് 5 സൈഡല്ലേ, പെൻറ്റഗണാണ് ആദ്യം വരച്ചേക്കുന്നത് അവർ. അപ്പോൾ പെൻറ്റഗണിന് 5 സൈഡാണ്. അപ്പോൾ 360 / 5 72 ഡിഗ്രിയാണ്. അപ്പോൾ ഓരോന്നും 72 ഡിഗ്രി വീതം വരയ്ക്കണം. അപ്പോൾ ആ സെൻറ്ററിൽ പ്രൊട്രാക്ടർ കൊണ്ടുവന്ന് വയ്ക്കുക. അങ്ങനെ 72 മാർക്ക് ചെയ്യുക. ആദ്യമേ തന്നെ ഇതേപോലെ ഇങ്ങനെ 5 ലൈൻ വരയ്ക്കുക. അതിനുശേഷം അത് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ABCD മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് ABCDE. അപ്പോൾ എയിൽ നിന്നും ഇതുപോലെ സ്റ്റാർ വരയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫിഗർ ഗിവൺ ഹിയർ ഈസ് നോട്ട് എ റെക്റ്റാങ്കിൾ. വൈ? ഇത് റെക്റ്റാങ്കിൾ അല്ലല്ലോ. കാരണം റെക്റ്റാങ്കിളിന് ഓൾ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കണം. പിന്നെ എല്ലാം 90 ഡിഗ്രി ആയിരിക്കണം. ഇത് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ അല്ല. സി ആണ് ഇതിൻ്റെ ഇത്. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ നോട്ട് ഈക്വൽ. ശരിയാവാത്തത് ഏതാണെന്നാണ്. ഫിഗർ ഈസ് ഗിവൺ ഹിയർ ഈസ് നോട്ട് എ റെക്റ്റാങ്കിൾ. ഇത് റെക്റ്റാങ്കിൾ അല്ല എന്ന് പറയാൻ കാരണം ഓപ്പോസിറ്റ് സൈഡ്സ് ആർ നോട്ട് ഈക്വൽ. ആറാമത്തെ ക്വസ്റ്റ്യൻ, ദ ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 96 സെൻറ്റിമീറ്റർ സ്ക്വയർ. ദ വോളിയം ഓഫ് എ റെക്റ്റാങ്കുലർ ബോക്സ് ഹാവിംഗ് ദ സെയിം ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഈസ് 96 ക്യൂബിക് സെൻറ്റിമീറ്റർ. വോളിയം സെൻറ്റിമീറ്റർ ക്യൂബിലും ഏരിയ സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ്.
യൂണിറ്റ്. ഇനി വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ബോക്സ്? ഇപ്പോൾ ബേസ് ഏരിയ എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു വിഡ്ത്താണ് ബേസ് ഏരിയ 96. വോളിയം തന്നിട്ടുണ്ട്. വോളിയം എന്ന് പറയുമ്പോൾ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റാണ്. ഈ ഹൈറ്റ് കാണാനായിട്ട് വോളിയം ബൈ ബേസ് ഏരിയ. അപ്പോൾ 96/96 1 സെൻറ്റിമീറ്റർ. ആൻസർ ഹൈറ്റ് 1 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ്. ഇനി രണ്ടാമത്തെ, there is 250,000 liters of water in a rectangular swimming pool. It has 2 meters depth and 10 meters width. If the pond is half full of water, what is the length of the pond? ആദ്യത്തേൽ സെൻറ്റിമീറ്ററാണ് യൂണിറ്റ് എന്ന്, ഇവിടെ മീറ്ററാണ്. അപ്പോൾ ഈ മീറ്ററിലാണ് ആ യൂണിറ്റ് എഴുതേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ദ പൂൾ 250,000 ലിറ്റേഴ്സാണ്. ഈ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് പോണ്ട് ഹാഫ് പകുതിയാണ് നിറച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ വോളിയം വരുമ്പോൾ ഇൻറ്റു 2 ഫുള്ളാക്കണമെങ്കിൽ അപ്പോൾ 500,000 ആയി. ഇനി ലിറ്ററിനെ മീറ്റർ ക്യൂബിക് മീറ്ററിലേക്ക് ആക്കണം. 1000 ലിറ്റേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 മീറ്റർ ക്യൂബാണ്. 50,000 എന്ന് പറയുമ്പോൾ 50,000 500,000 എന്ന് പറഞ്ഞാൽ 500 ഡിവൈഡഡ് ബൈ 1000, അത്രയും മീറ്റർ ക്യൂബാണ് കേട്ടോ, മീറ്റർ ക്യൂബ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 1000 ലിറ്റർ എന്ന് പറയുന്നത് 1 മീറ്റർ ക്യൂബാണ്. 1000 ലിറ്റർ. ഇനി കാൽക്കുലേറ്റ് ലെങ്ത്ത്. വോളിയം ലെങ്ത്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റാണ്. അപ്പോൾ 500 എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് ഇൻറ്റു 10 ഇൻറ്റു 2, ലെങ്ത്ത് ഇൻറ്റു 25 മീറ്ററാണ് ആൻസർ. അടുത്തത്, സം വാട്ടർ ഫ്രം ദിസ് പോണ്ട് ഈസ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ പർപ്പസസ്. നൗ ദ വാട്ടർ ഇൻ ദ പോണ്ട് ഈസ് 40 centimeters ഹൈ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കാൽക്കുലേഷൻ ഫോർ ഫൈൻഡിങ് ദ വോളിയം ഓഫ് വാട്ടർ ഇൻ ദ പോണ്ട്? അപ്പോൾ അതിൽ ലെങ്ത്ത് തന്നിട്ടുണ്ട്, വിഡ്ത്ത് തന്നിട്ടുണ്ട്, വാട്ടറിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. എല്ലാം ഒരേ യൂണിറ്റിലേക്ക് എഴുതണം. എല്ലാം ലെങ്ത്ത് മീറ്ററിലാണ്, വിഡ്ത്ത് മീറ്ററിലാണ്, ഹൈറ്റ് 0.4. അപ്പോൾ വോളിയം ഫോർമുല ലെങ്ത്തിൻ്റെ വിഡ്ത്തിൻ്റെ ഹൈറ്റ്.